മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് കൊട്ടിഘോഷിക്കുന്നവരാണ് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ. എന്നാൽ ഈ സമീപകാലത്ത് തങ്ങളെ വിമർശിക്കുന്ന മാധ്യമ പ്രവർത്തകരെ ഇല്ലാതാക്കുകയും ആക്രമിക്കുകയും സൈബറിടത്ത് വേട്ടയാടുകയും ചെയ്യുന്ന സംഭവങ്ങൾ വർദ്ധിക്കുന്നുണ്ട്. മറുനാടൻ മലയാളി യൂട്യൂബ് ചാനലുടമ ഷാജൻ സ്കറിയയ്ക്ക് നേരെയുണ്ടായ ആക്രമണവും ആസൂത്രിതമാണ്. ഇടുക്കിയിൽ ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങും വഴി വാഹനത്തിൽ പിന്തുടർന്നെത്തിയ സംഘമാണ് ഷാജനെ മർദ്ദിച്ചത്. പരിക്കേറ്റ ഷാജൻ സ്കറിയെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പോലീസാണ് ഷാജനെ ആശുപത്രിയിൽ എത്തിച്ചത്. ഇടുക്കിയിൽ ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങുമ്പോഴാണ് മറുനാടൻ മലയാളി യൂട്യൂബ് ചാനലുടമ ഷാജൻ സ്കറിയയ്ക്ക് മർദ്ദനമേറ്റത്. തൊടുപുഴ മാങ്ങാട്ടുകവലയിൽ വെച്ച് 3 പേർ ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു. ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് ഷാജൻ സ്കറിയയുടെ ആരോപണം. തന്റെ വാഹനം മറിച്ചിടുകയായിരുന്നു ആക്രമികളുടെ ലക്ഷ്യമെന്ന് ഷാജൻ സ്കറിയ പറയുന്നു. അമിത വേഗതയിൽ വന്ന വാഹനം കാറിൽ വന്നിടിക്കുകയായിരുന്നു. സ്റ്റിയറിംഗിൽ മുഖമിടിച്ചാണ് പരിക്കേറ്റത്. ആക്രമണത്തിൽ കാറിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. പരിക്കേറ്റ ഷാജൻ സ്കറിയ ജില്ലാ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ തേടി. മുഖത്ത് പരിക്കേറ്റെങ്കിലും ഗുരുതരമല്ല. സംഭവത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് 18 ഇടുക്കി.